ഹലോ വെൽക്കം ബാക്ക് ടു അനദർ കുക്കിംഗ് വീഡിയോ. ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ളി വഴറ്റുന്നില്ല, വറുത്ത് കോരിയ സവാളയിലാണ് ഹോൾ ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വലിയ സവാളയാണ് 1.5 കിലോ ബീഫിന് വേണ്ടിയിട്ട്. അപ്പം 4 വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസ് ചെയ്തത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് വറുത്ത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ബാച്ച് ബൈ ബാച്ചായിട്ട് കുറച്ച് സവാള വറുത്ത് കോരാം. നമ്മളങ്ങനെ ഈ 4 സവാളയും ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുന്നത് നമ്മുടെ ബീഫിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്താണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ ഈ വറുത്ത സവാളയിലാണ് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉള്ളി വറുത്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ 1.5 കിലോ ബീഫിനാണ് ഈ 4 വലിയ സവാള ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ 1.5 കിലോ ബീഫും 1.5 കിലോ ബാസ്മതി റൈസും കഴുകി ഡ്രെയിൻ ചെയ്തതും ആണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആസ് യൂഷ്വൽ ആളുകളുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടി നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ കാണിക്കുന്നത് 1.5 കിലോ ബീഫിൻ്റെയും 1.5 കിലോ ബാസ്മതി റൈസിൻ്റെയും അളവിലുള്ള ബിരിയാണിയാണ്. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് മസാല ഗ്രേവി തയ്യാറാക്കാം. 1.5 കിലോ ബീഫിലേക്ക് നമ്മൾ വറുത്ത് കോരി വച്ചിരിക്കുന്ന ഉള്ളി സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം സവാള നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് 4 വലിയ സവാളയായിരുന്നു വറുത്ത് കോരി വെച്ചിരുന്നത്. തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 4 വലിയ സവാള. അതിലേക്ക് 1 കപ്പ് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന എല്ലാ വറുത്ത സവാളയും നമ്മൾ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1 പിടി മല്ലിയില അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു അരപ്പിടിയോളം പുതിന ഇല അരിഞ്ഞതും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ നമുക്ക് 1 മുതൽ 2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും ചേർക്കാം. അടുത്തായിട്ട് ഞാൻ 3 ടൊമാറ്റോ ആണ് ചേർത്തിരിക്കുന്നത്. 3 വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ട തൈരും ഉപ്പുമാണ്. 1/2 മുതൽ 3/4 കപ്പോളം തൈരും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ബീഫ് നല്ലതായിട്ട് പുരട്ടിയെടുക്കണം. ഇത് നമ്മൾ കൈകൊണ്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് പുരട്ടി മാറ്റി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ബീഫ് തയ്യാറാക്കുന്നത്. ആദ്യം എല്ലാ ബീഫ് പീസസിലും മസാലയെല്ലാം നന്നായിട്ട് പുരണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാമേ. ഇത് നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കുന്നതായിരിക്കും ഐഡിയൽ. പക്ഷേ ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി ഇപ്പം തന്നെ റെഡിയാക്കാൻ പോകുന്നതായതുകൊണ്ട് തന്നെ 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. നമുക്കത് അവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ബസ്മതി റൈസ് നമുക്ക് വേവിക്കാൻ വെക്കാം. ബിരിയാണി റൈസിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ബസ്മതി റൈസാണ് നമ്മളിവിടെ വേവിക്കാൻ എടുക്കുന്നത്. ആദ്യമായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പാകം എന്ന് പറയുമ്പോൾ ഉപ്പ് മുന്നിൽ നിൽക്കണം ബിരിയാണിക്ക് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേന്, എന്നാലേ റൈസിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുപോലെ ഉപ്പ് ചേർത്തിളക്കിയതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. റൈസിന് കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങാനീർ മെയിൻലി ചേർക്കുന്നത്. വൈറ്റായിട്ട് തന്നെ റൈസ് ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കത്തുമില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നമുക്ക് ഉപ്പും നാരങ്ങനീരും ഒക്കെ ചേർത്ത വെള്ളത്തിലോട്ട് നമുക്ക് ഇനി ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുവപ്പട്ട, സിനമൺ സ്റ്റിക്ക് ഒരെണ്ണം ഒരു 3 മുറിച്ചാണ് ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പും ഏലക്കായും ഇത് ഇത്രയുമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് നല്ലപോലെ വെട്ടി തിളയ്ക്കട്ടെ. അതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ ഡ്രെയിൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 1.5 കിലോ ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നിരുന്ന വെള്ളത്തിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മെയിൻലി ബിരിയാണിക്ക് റൈസ് ഈ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് കുക്കായി പോകരുത് റൈസ്. എനിക്ക് എൻ്റെ റൈസ് ഞാനിവിടെ 7 മുതൽ 8 മിനിറ്റ് വരെയാണ് അടച്ചിട്ട് വേവിക്കുന്നത്. 8ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേന് എൻ്റെ റൈസ് കുക്കാവാറുണ്ട് സാധാരണ. നമുക്ക് 8 മിനിറ്റ് കഴിയുമ്പോൾ റൈസ് ഒന്ന് എടുത്ത് നോക്കാം.
ഇപ്പോൾ ഒരു 8 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ആയിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ട പോലെ എൻ്റെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം ഇത്രയും വെന്താൽ മതി. നമ്മളിനി ദം ചെയ്യുമ്പോൾ ആവിയിലിരുന്ന് കുറച്ചും കൂടെ അത് സോഫ്റ്റ് ആവുമല്ലോ. എന്നിട്ട് നമുക്ക് റൈസ് വാർത്ത് വെക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിരുന്ന എണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ആ എണ്ണ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 7 മുതൽ 8 വിസിൽ വരെ നമുക്ക് ബീഫിനെ വേവിക്കാം. വലിയ കഷ്ണങ്ങളായിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രഷർ കുക്കറിൽ ഞാൻ 8 വിസിൽ വരെയാണ് അത് വേവിച്ചത്. അങ്ങനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 8 വിസിലിന് ശേഷം ഞാൻ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പം ഗ്രേവി കുറച്ചും കൂടെ ലൂസാണ്, ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി തിക്കാൻ വേണ്ടി തന്നെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗ്രേവി പരുവത്തിന് കുറുകി വരും. ബീഫിൻ്റെ ഗ്രേവി അവിടെ കിടന്ന് കുറുകുന്ന നേരം കൊണ്ട് നമുക്ക് ഗീക്കകത്ത് നെയ്യിൽ കാഷ്യൂനട്ട്സും റൈസിൻസും വറുത്ത് കോരി വെക്കാം. നമ്മുടെ ബിരിയാണി ലെയർ ചെയ്യുമ്പം അതിനകത്തിലിട്ട് കൊടുക്കാം റൈസിൻ്റെ പുറത്ത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ലെയറിങ്ങിലേക്ക് പോകാം. നമുക്കിതിലേക്ക് ഒരു നല്ലപോലെ ഡെപ്തുള്ള ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആ റൈസിൻസ് വറുത്ത് കോരിയതിൻ്റെ ബാക്കി വന്ന ഗീ ആണ് ഒഴിക്കുന്നത് ബോട്ടമിൽ. ആദ്യം തന്നെ ആ ഗീ നല്ലപോലെ ബോട്ടം ലെയറിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്രേവി എടുത്ത് ഇടാം. ബീഫിൻ്റെ നല്ല കുറുകി വന്നിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവി നമുക്ക് ബോട്ടമിൽ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ബോട്ടം ലെയറിൽ നല്ല എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് ഗ്രേവിയും മീറ്റ് പീസും എല്ലാം കൂടെ വെച്ചിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു ലെയർ. എന്നിട്ട് സാധാരണ നമ്മൾ ലെയർ ചെയ്യുന്ന പോലെ തന്നെ അടുത്തതായിട്ട് റൈസും ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് ലെയർ ചെയ്തതിന് ശേഷം റൈസിൻ്റെ പുറത്ത് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഒണിയന് അത് കുറച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റ് ലീഫും കൊറിയാണ്ടർ ലീഫും അത് നമുക്കിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും റൈസിൻസും ഇടണേ. എന്നിട്ട് ഈ റൈസിൽ കുറച്ച് കളർ വരാൻ വേണ്ടി ഞാൻ പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയത് അത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഈ റൈസിൻ്റെ ചുറ്റും നമുക്ക് ഒഴിക്കാം. അപ്പം ചില ഭാഗങ്ങളിലെ റൈസിന് നല്ല മഞ്ഞ കളർ കിട്ടും. ഇനി ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതിനും കൂടെ വേണ്ടിയുള്ള റൈസും ബീഫും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഒരു ലെയർ ബീഫ് എല്ലാം ചേർക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും റൈസ് ഇടുക. റൈസ് ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ ലീഫ്, വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പാലും ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതെല്ലാം ഒഴിച്ചിട്ട് ആ ലെയർ റിപ്പീറ്റ് ചെയ്യുക. ഏറ്റവും മുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം നല്ലപോലെ ഫോയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കണം ആദ്യം. അങ്ങനെ എല്ലാം കവറായെന്ന് ഉറപ്പ് വന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ ലിഡ് കൊണ്ട് തന്നെ ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെച്ച് സീൽ ചെയ്യാം. സ്റ്റൗ ഓണാക്കി ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഞാൻ ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അപ്പോൾ തന്നെ റൈസൊക്കെ നന്നായിട്ട് സോഫ്റ്റായി, മീറ്റൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പം 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ബിരിയാണി എങ്ങനെ ഉണ്ടെന്നേ. നമ്മുടെ ബിരിയാണി എനിക്ക് കാണാമോ എന്നറിയത്തില്ല. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മഞ്ഞ കളർ നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ആ മഞ്ഞ കളറൊക്കെ കാണാൻ പറ്റുന്നതോ ഒരു ഭംഗിയാണ് ബിരിയാണിയുടെ. നമുക്കാണെങ്കിൽ ബീഫ് ബീഫ് ഇവിടെ പാത്തിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ. അവർ കുറേ നേരമായിട്ട് വിശന്നിരിക്കുക. ഓക്കെ,
You said the pieces inside the bowl, right? See? It's hard. Doing everything? Okay, mix it all together. This is going to taste really good. This is how I mixed it. Is it yummy? Bunny gusto ba ito? Yummy ano? Okay, wait just. Alam mo na pa niya. You better try this.